സിനിമ ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ ഓടുക, പ്രൊഡ്യൂസർ അത് നമ്മളെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു, നമുക്ക് കാശ് കിട്ടുക, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പർപ്പസ്. സിനിമ നന്നായാൽ അല്ലെങ്കിൽ ആ സമയം ഫെസ്റ്റിവൽ സമയം കൂടെ നമുക്ക് കുറെ പടങ്ങൾ ഫ്ലാഷ് എന്ന സമയം ഡിമാൻഡിങ് വർക്കേഴ്സ് ഡേ, ഫൈനൽസ്, അങ്ങനെ ഓണം സമയത്തും കൂടെ. അപ്പം അതില് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയായി മാറി. എന്നാൽ പോലും ഭയങ്കരമായിട്ട് മിക്സഡ് വന്നിട്ടുണ്ട്. ഫെസ്റ്റിവൽ ആകുമ്പോൾ നമുക്ക് മിക്സഡ് റെസ്പോൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പിന്നെ അന്ന് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള എന്റർടൈൻമെന്റ് പോർഷൻ അധികമുള്ള സിനിമകളോട് ആൾക്കാർ കുറച്ചൊരു തള്ളിക്കയറ്റം ഉണ്ടാവും. ആ തള്ളിക്കയറ്റം നമുക്ക് ആ സമയത്ത് കിട്ടി. പിന്നീട് സിനിമ OTT ഇതിലൊക്കെ വന്ന സമയത്ത് വീണ്ടും മിക്സഡ്. തിയേറ്ററിൽ ഭയങ്കരമായി ഓടിയ സിനിമകളൊക്കെ OTT വരുന്ന സമയത്ത് പലപ്പോഴും വീണുപോയ സിനിമകളുണ്ട്, ഒരുപാട് സിനിമകൾ. കാരണം തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് രസിച്ച് ചിരിച്ചു വരുന്ന സിനിമകളൊക്കെ OTT വരുന്ന സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആകുന്ന, ഭയങ്കര മിക്സഡ് വരുന്ന സിനിമകളുണ്ട്. ഇപ്പൊ അടുത്തിറങ്ങിയ പല സിനിമകളും. അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പിന് വർക്കായ സിനിമ പലപ്പോഴും നെക്സ്റ്റ് അല്ലെങ്കിൽ 30+35+ന് മുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ ഫാമിലി ഇഷ്ടപ്പെടാത്ത പല സിനിമകളും. ലവ് സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം കൂടെ മിക്സഡ് റെസ്പോൺസ് വന്നു. കളക്ഷൻ വന്നിട്ടും എല്ലാവരും സിനിമ കണ്ടു, പക്ഷെ എപ്പോഴും 60-40 അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നത്. കുറെ പേർക്ക് ഇഷ്ടമായി, കുറെ പേര് ചിരിച്ചു, കുറെ പേര് കൊള്ളാന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മുടെ റിവ്യൂ സിസ്റ്റം പോലെ ഇപ്പോഴുണ്ടാകും. ചിലർക്ക് അത് ഭയങ്കര പേഴ്സണൽ ആണല്ലോ. സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലർക്ക് അത് ഇഷ്ടമാകും, ചിലർക്ക് അത് ഇഷ്ടമാവില്ല. ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറയും. എന്റെ നമ്മളിപ്പം നമ്മുടെ സിനിമകൾ പോലും വർഷങ്ങൾക്ക് ചെയ്ത സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വർക്ക് ചെയ്ത ആൾക്കാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സിനിമയല്ലേ, സിനിമ ഓരോരാൾക്കാരുടെ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ആ രീതിയിൽ അന്ന് ലവാക്ഷൻ മിക്സഡ് റെസ്പോൺസ് വന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ. സിനിമകൾ എപ്പോഴും അങ്ങനെ ഒരു റിവ്യൂ എന്നുള്ള മൗത്ത് പബ്ലിസിറ്റി വിശ്വസിക്കുന്നവരാണോ? ഒരു പറഞ്ഞറിയുന്നതും ഒരു ആളെ കഴിഞ്ഞ ടെർബോന് ഇറങ്ങിയ സമയത്ത് പോക്കറ്റ് റിവ്യൂ കണ്ടിട്ട് ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു. മമ്മൂട്ടി കമ്പനി കോപ്പറേറ്റ് കൊടുക്കുന്നു. അപ്പം അല്ല, അതുകൊണ്ടല്ലോ അപ്പം എന്തായാലും അപ്പൊ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരാളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു റൂമിൽ ഇരുന്ന് ചുമ്മാ ഒരു സിനിമ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ നല്ല ഒരു കണ്ടിഷ്ടപ്പെട്ട ഒരാളോട് പറയുന്നതും എവിടെയോ ഇരുന്ന് എന്താ പറയുക, ഇത് നല്ലതാണ്, മോശമാണ്, അഭിനയം അങ്ങനെയാണ്, ക്യാമറ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സിനിമാക്കാരുടെ കഷ്ടപ്പാടെന്നല്ല അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഒരാൾ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റല്ലേ? അല്ല, ഇത് ഞാൻ ഓൾറെഡി ഞാൻ പോയിട്ട് ഞങ്ങള് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ വിഷ്ണുവിനോട്. അന്ന് ഞാനിത് അന്നും അശ്വന്തിനോട് സംസാരിച്ച കാര്യമാണ്. നമ്മൾ പേഴ്സണലി ആൾക്കാരെ ചെയ്യുമ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് കംപ്ലീറ്റ്ലി അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില കേസുകളിൽ ചിലരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അത് വിഷമാവും. അത് പുള്ളിക്കും അറിയാവുന്ന പുള്ളി. അത് ചിലപ്പോ നമ്മള് നദികളുടെ സമയത്തൊക്കെ ഞങ്ങള് സംസാരിച്ചിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട് എന്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് നമ്പർ എടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഒരുപാട് ഫോണിൽ സംസാരിച്ചു. അപ്പൊ പുള്ളി ജെനുവിൻ, എനിക്ക് തോന്നിയിട്ടുള്ള പുള്ളി ജെനുവിൻ ഫിലിം ലവർ ആണ് എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ പുള്ളിക്ക് അതിൽ നിന്നൊരു യൂട്യൂബിൽ നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും എനിക്കൊരു റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ ആ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ സിനിമയെ നന്നാക്കുക, സിനിമയെ വന്നിരിക്കുന്നതല്ലല്ലോ ഇവരുടെ മോട്ടീവ്. പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കുറെ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാർ നമ്മളാരും നിർബന്ധിച്ച് പുള്ളി ആരെയും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പുള്ളിയുടെ റിവ്യൂകൾ ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു സംസാര ശൈലിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി നമുക്ക് എവിടെയൊക്കെ ഇഷ്ടമാണ്. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ ഹരാസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നുന്നു, ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നി അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും. കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലല്ലോ. നന്നാവണം എന്ന് വെച്ചാൽ ജനുവലി ആഗ്രഹിച്ച് സിനിമ ചെയ്യുമ്പോൾ പടം ചിലപ്പോൾ മോശമായി പോകുന്ന സമയത്ത് അവർ പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇത്. ഞാൻ ഇന്റർവ്യൂല് അശ്വത്തിനോട് തന്നെ ടോക്കിനോട് തന്നെ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ്. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്,
അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ ചില സമയത്ത് ആ ലൈൻ ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് അങ്ങനെ ഡിസ്ട്രക്റ്റീവ് ആവും. ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആവും. ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പൊ കഴിഞ്ഞതൊക്കെ സിനിമകൾ വന്നപ്പോൾ പോകും പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാവാൻ കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത്, ഒരു തിൻ ലൈൻ ആണല്ലോ, ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്യും, തിരിച്ച് പുള്ളി റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനകത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവർ. സാധാരണക്കാർ സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ല എന്നാണ്. കാരണം ഞാനത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട്, അശ്വന്ത് മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, ഇല്ലേ? അപ്പോ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു. ആ ഫോളോവേഴ്സ് ബ്ലൈൻഡ് ആയിട്ട് പുള്ളിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നുമല്ല മലയാളികൾ. നമ്മൾ മലയാളികൾ അങ്ങനെ ആരെയും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചിട്ട് കാണാതിരിക്കുന്നില്ല. പിന്നെ വേർഡ് ഓഫ് മൗത്ത് എന്നൊരു സാധനം എന്തായാലും ഉണ്ട്. കാരണം സിനിമ ഒരാളുടെ മാത്രം അഭിപ്രായത്തിന് പുറത്തൊന്നുമില്ല നമ്മൾ സിനിമ കാണാതിരിക്കുന്നത്. ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ ആ വേർഡ് ഓഫ് മൗത്തിൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടൊന്നും ഒരു സിനിമ വീണുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പുള്ളി ആരും ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ പുള്ളി ആരുടെയും ശത്രുവൊന്നും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ എന്നെ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ജെനുവൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ള ആളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആവുന്ന സമയത്ത് ഇത് ലൈഫ് വിളിച്ച് ചിലർക്ക് ഹേർട്ട് ആകുമ്പോഴുള്ള പ്രശ്നമാണ്. ചേട്ടന് ഒരു ഇന്റർവ്യൂ സ്റ്റാറിന് കേൾക്കാനാണ് ഇഷ്ടം, അതൊരു ഫിലിം സ്റ്റാറിന് കേൾക്കാനാണ് ഇഷ്ടം? രണ്ടും ഓക്കെ എന്നല്ല. ഞാനിപ്പോ പതുക്കെ അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹം. അപ്പോൾ പിന്നെ ഒരു 2-3 കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. ആ സിനിമകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഡയറക്ഷനിലോട്ട് കിടക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിനകത്തുള്ള ആൾക്കാരുടെ സിനിമകൾ ചെയ്തു പോകാൻ ഈ എണ്ണത്തിലൊന്ന് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം കുറെ വർഷം ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂസ് ആയിട്ട് നടക്കും. അതിൻ്റെ കൂടെ തന്നെ സിനിമകളും സൈഡിലും അതും കൂടെ തന്നെ വരട്ടെ. അല്ലല്ല, അടുത്ത ഒരു എന്താ പറയുക, ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ഒരു എന്താ പറയണ്ടേ, ലവാഷൻ ഡ്രാമ പോലെ അല്ലെങ്കിൽ പോലും റോംകോം അല്ല, പക്ഷെ ഒരു എന്റർടൈനർ പരിപാടി തന്നെ ആയിരിക്കും അടുത്ത്. മാസ് പരിപാടി അല്ലാത്ത പരിപാടി.